നമ്മൾ ക്ഷണിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എന്നും രാവിലെ വരുന്നൊരു അതിഥിയാണ്. ഒരാൾ മാത്രമല്ല, 2-3 പേര് കാണും. ഇന്ന് പക്ഷേ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ചെടിയാണ്. അതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. ഈ പരിസരമൊക്കെ കാണുമ്പോൾ നമ്മൾ അതിരമ്പുഴയിൽ ആണെന്നുള്ളത്. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്ന് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ, ഏറ്റുമാനൂർക്ക് പോകുന്നു. ചുവന്ന് തുടത്ത് നിൽക്കുന്ന ഈ സുന്ദരിയാണ് നമ്മളുടെ ഇന്നത്തെ താരം. വെണ്ടച്ചെമ്പരത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത ഒരു വാക്കൊക്കെയാണ് കേട്ടോ. ടെക്സാസ് റെഡ് സ്റ്റാർ ഹിബിസ്കസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറയാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ നമുക്ക് വെണ്ടച്ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും വെണ്ട ചെടിയുടെ ഇല പോലെ തന്നെ ഇരിക്കും. പിന്നെ അതിൻ്റെ മുട്ടുകൾ അതൊക്കെ സെയിം വെണ്ടയുടെ ഒരു ഇതുപോലെ തന്നെയാണ്. പക്ഷെ പൂവ് മാത്രം നമ്മുടെ ചെമ്പരത്തി പൂവിനോട് നല്ല സാദൃശ്യമുണ്ട്. ഇത് കണ്ട അതിൻ്റെ ആ മുട്ടുകളൊക്കെ നിൽക്കുന്ന കണ്ട നമ്മുടെ വെണ്ടച്ചെടിയിൽ ഈ പൂ ഇല്ലെങ്കിൽ വെണ്ടച്ചെടിയിൽ വെണ്ട ഉണ്ടായി നിൽക്കുന്ന ആ ഒരു ഇതുപോലെ തന്നെ തോന്നും. ഇത് പൂവായി കഴിയുമ്പോഴത്തേന് നമുക്കത് അല്ല എന്ന് തോന്നുള്ളൂ കേട്ടോ. പൂവ് ശരിക്കും 5 പെറ്റലൊക്കെ ആയിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവിനോട് നല്ല സാദൃശ്യമുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് നല്ല ഹൈറ്റിൽ വളരും കേട്ടോ. കുഞ്ഞത് തീരെ ചെറിയൊരിതുപോലെയല്ല. തണ്ടിനൊന്നും ചെമ്പരത്തി ചെടിയുടെ അത്രയും വണ്ണമില്ലെങ്കിലും നല്ല ഹാർഡായിട്ടുള്ള തണ്ടുകളൊക്കെ തന്നെയാണ്. പിന്നെ നല്ല ഹൈറ്റ് വെക്കും. ഇതിൻ്റെ കമ്പൊക്കെ മുറിച്ചിട്ട് നമുക്ക് ചെടി മാറ്റി പ്രൊപ്പഗേഷൻ ചെയ്യാം.